നമ്മളിന്ന് 1 ലിറ്റർ കൊണ്ട് പേട ഉണ്ടാക്കുകയാണ്. ആ പേട എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 1 ലിറ്റർ പാലും 25 ഗ്രാം പഞ്ചസാരയും ഒരു 3 നട്ട്സും അതേപോലെ 1 ടീസ്പൂണ് നെയ്യും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പാലിന് 60 രൂപ കൂട്ടിയാൽ ബാക്കി എല്ലാ സാധനത്തിനും കൂടെ ഒരു 20 രൂപയും കൂടി കൂട്ടിയാൽ നമുക്ക് ആകെ ചിലവ് വരുന്നത് 80 രൂപയാണ് മൊത്തത്തിൽ ചിലവ് വരുന്നത്. അപ്പോൾ അങ്ങനെ 80 രൂപ വെച്ചിട്ട് നമുക്ക് എത്ര പേട ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അച്ച് വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അടപ്പ് കുപ്പീൻ്റെ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അച്ചെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളൊരു കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം കുറുകി വന്നതിന് ശേഷം ഇതാണ് ഗോവ പരുവം. ഈ ഗോവ പരുവത്തിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നെയ്യും കൂടെ കടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല എന്താ പറയുക കട്ടി അടിയിൽ നിന്ന് ചട്ടിയിൽ നിന്ന് പോരുന്ന രീതിയിൽ ആക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് എടുക്കുക. അങ്ങനെ ഈ പരുവത്തിലായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഒരു 10 ഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തൂക്കി നോക്കിയിട്ട് 10 ഗ്രാമിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമ്മളത് അച്ച് വെച്ചിട്ട് പ്രസ് ചെയ്യണം. അച്ച് വെച്ച് അച്ചിൻ്റെ ഉള്ളിൽ നെയ്യൊക്കെ പരത്തി കൊടുത്ത് ഒന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ആ ചൂടോടുക്കനെ ചെയ്തെടുക്കണം. ചൂടോടുക്കനെ ചെയ്തെടുത്താലേ ഉള്ളൂ ആ പ്രസ്സിന്ന് നമുക്കത് പോരാ. ചൂടാറി കഴിഞ്ഞാൽ നല്ല ആടാവും. അപ്പോൾ നമ്മളത് കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേമാതിരി അച്ചും ചെയ്യുന്നുണ്ട്. അച്ചിൽ നമ്മൾ നെയ്യ് പരട്ടി കൊടുത്തതിന് ശേഷം നമ്മളതിൽ പ്രസ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ഇങ്ങനെ 10 ഗ്രാം വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോന്ന് നമ്മൾ തൂക്കി അളന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൂക്കി ആ ഒരു കാര്യങ്ങൾ 45 ഗ്രാമാണ് നമുക്ക് മൊത്തത്തിൽ 155 ഗ്രാമാണ് മൊത്തത്തിൽ നമുക്ക് പേടേൻ്റെ ഇത് കിട്ടിയത്, ആ ബൗള് കിട്ടിയത് അതിൽ. പിന്നെ നമ്മൾ പീസ് 10 ഗ്രാമിൻ്റെ ഓരോ ബൗളാക്കിയതിന് ശേഷം നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൽ വെച്ചിട്ട് പേടേൻ്റെ അച്ചുണ്ട്, അച്ചിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അച്ചിൻ്റെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതേമാതിരി നമ്മൾ കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ടും ചെയ്യേണ്ട. അത് ഏകദേശം ഒരു പരത്തിയിട്ട് അതിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ നട്സും ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ ഇതാക്കിയിട്ട് ശേഷം അടപ്പ് വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അടപ്പ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് അടപ്പ് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് നമ്മൾ പ്രസ്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ആ റൗണ്ടിൽ കിട്ടും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ കിട്ടും. ആ റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതും അതുപോലെ ഉപയോഗിക്കാം. അച്ചില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതെ അച്ചായിട്ടാണ് ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അച്ചില്ലാതെ അങ്ങനെയൊക്കെ പലർക്കും അച്ച് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കിപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഷുഗറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ മേലെ നട്സ് ഇങ്ങനെ നമ്മൾ നട്സ് കട്ട് ചെയ്തിട്ട് ഒരു നട്സ് 5 എണ്ണം ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കണം. ഇതിൽ നമുക്ക് 3 എണ്ണം അടപ്പ് വെച്ചിട്ടും ചെയ്തതാണ്, മറ്റേത് പ്രസ് വെച്ചിട്ടും ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു ഒന്നിന് 5 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 150 രൂപയോളം നമുക്ക് കിട്ടി. പാലിന് 60 രൂപയാണ് നമുക്ക് മാക്സിമം വില.